ഹായ് ഹലോ നമസ്കാരം. നമ്മളിൽ പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളുമുണ്ടാകും, പല സ്വപ്നങ്ങളുമുണ്ടാകും. നല്ല സാഹചര്യവും കഴിവുകളും ഉണ്ടായിട്ടും 90% ആളുകൾക്കും അവർ ലക്ഷ്യം കിട്ടാതെ പോകുന്നതിനുള്ള ഒരൊറ്റ കാരണം അവർക്ക് ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈ കോൺഫിഡൻസ് എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? അതാണ് ഇന്നത്തെ വീഡിയോ. ഈ കോൺഫിഡൻസ് ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. ഇതൊരു തരം സ്കില്ല് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഇതുണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നറിയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിവതും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ചില ആളുകൾക്ക് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയായിരിക്കും. ഇപ്പോൾ ചില ആൺകുട്ടികൾ, അവർക്ക് ചില പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ നാണമായിരിക്കും, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കാണും, പേടിയായിരിക്കും, അവരോട് സംസാരിക്കാൻ പേടിയായിരിക്കും. ഇത്തരത്തിലുള്ള പല പേടികളും നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് കാര്യം ചെയ്യാനാണോ ഈ ആത്മവിശ്വാസം ഇല്ലാത്തത് ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരാളുടെ കണ്ണി നോക്കാൻ പേടിയാണെങ്കിൽ, കണ്ണി നോക്കി സംസാരിക്കാൻ പേടിയാണെങ്കിൽ, കൂടുതലായിട്ടും നിങ്ങൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനിയും ഈ ഒരു കാര്യം ഒരു തവണ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത ആ കാര്യം ഒന്നിലധികം തവണ ചെയ്യുക എന്നുള്ളതാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻട്രോവേർട്ടാണ്, ആരോടും സംസാരിക്കാത്ത ഒരാളാണ് നിങ്ങൾ ഇന്ന് ഒരാളോട് സംസാരിച്ചു. ഇപ്പോൾ മറ്റൊരാളോട് സംസാരിക്കാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു 0.5% കൂടി. ഇനി അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ഒരു 2, 3, 4 പേരോടൊക്കെ സംസാരിച്ചു തുടങ്ങണം. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ നമ്മൾ പേടിക്കുന്ന ആ കാര്യം അത് ഒന്നിലധികം തവണ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അത് വീണ്ടും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി, അതുപോലെ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരൊക്കെ ആണെങ്കിൽ പല പരിപാടികളിലും ഐ ആം ദ ബെസ്റ്റ്, അതുപോലെ ഐ ആം ദ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇവരൊരിക്കലും അവരെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ കോൺഫിഡൻസ്, അതുമല്ലെങ്കിൽ അവരുടെ ആ പോസിറ്റീവ് എനർജി അത് ബിൽഡപ്പ് ആവുന്നത് അവരെപ്പറ്റി പറയുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകളിലൂടെയാണ്. ഈ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എനർജിയാണ്. നമ്മളെപ്പറ്റി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മൈൻഡിൽ ഒരു തരം പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു തരം കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഐ ആം ബെസ്റ്റ്, ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.